മുസ്ലിം ചികിത്സാരികൾ തന്നെ മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ചിന്തിക്കേണ്ടതാണ്. ഒരാളുടെ അടുത്തേക്ക് എന്റെ ഒരു സ്വക്കൻ ഉണ്ടെന്ന് പറഞ്ഞു ചെന്നു, എന്നിട്ട് ഈ മുസ്ലിമായ മനുഷ്യൻ പറയാം, നിങ്ങൾ ഇന്നാലിനടുത്ത് ആ പണിക്കരെടുത്ത് പോയി നോക്കൂ, അങ്ങനെ പറയുന്നവരില്ലേ? ഇല്ലേ? ഇല്ലേ? ഇതൊക്കെ കള്ളന്മാരല്ലേ? ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ പറയാത്ര പിന്നെ എന്താ പറയാ അങ്ങനെ സൂചി കൊണ്ടല്ലാതെ എടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നോടൊരാൾ പറയാ. ഇല്ലെങ്കിൽ പിന്നെ ഈ ദീനിന്റെ അടിസ്ഥാനം എന്താ? ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്ക് ഒരിക്കലും അല്ലാഹു തആല അനുവദിക്കാത്ത കാര്യമാകുന്നു. അപ്പൊ ഇവിടെ വളരെ ചിന്തിക്കണം. നിപുണന്മാരല്ലാത്ത ആളുകൾ ഇത്തരം ശിർക്കിലേക്ക് സമൂഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ഇതൊരു ഏർപ്പാടായി സമൂഹം സ്വീകരിച്ചതുകൊണ്ട് സ്വാഭാവികമായും ഇതിൽ തിന്മകൾ വരാൻ ധാരാളം സാധ്യതകളുണ്ട്. വളരെ ചിന്തിക്കണം. അതേപോലെ തന്നെ ഇത്തരം ചികിത്സകൾ ചെയ്യുന്ന ആളുകൾ, ഞാൻ മൊത്തത്തിലൊരു വാക്ക് പറയാണ്, ഒരൊറ്റ വാക്ക് ഓടിച്ചു പറയാണ്, ഈ ചികിത്സാരികൾ മുസ്ലിം സമുദായത്തിൽ ശ്രദ്ധിക്കണേ. ഒറ്റ വാക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉണ്ട് എങ്കിലും ശ്രദ്ധിക്കണേ എല്ലാവരും. ഇമ്പോർട്ടന്റ് ആയ കാര്യം, എന്റെ വാക്കുകൾ ഒരുപാട് പേജുകൾ വിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത വർഷം ഇനിയും പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അടിസ്ഥാനപരമായി ഇത്തരം ചികിത്സിക്കേണ്ട ചികിത്സകന്മാരുടെ ചികിത്സാരികളുടെ അടിസ്ഥാന ശരഈയായ യോഗ്യത, ഒന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആൾ ആയിരിക്കേണ്ടതാണ്. ഒരു കാരണവശാലും അടുത്ത പണിക്കരടുത്തേക്ക് പോയി നോക്കൂ എന്ന് പറയുന്ന ഒരാളെ ഇതിന് നിങ്ങൾ ഇങ്ങോട്ട് പറയൂ, അങ്ങനത്തെ ഒരാളെ ഇതിന് പറ്റില്ല. ഇന്ന് ഏറിയ കൂറ് 1% അങ്ങനെ പറയുന്ന ആളുകളാണ്. രണ്ട് തരത്തിൽ ഇതിന് നാശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, മുസ്ലിമീങ്ങൾ തന്നെ ചില ചികിത്സാരികൾ അവരടുത്തേക്ക് പറഞ്ഞേക്കുന്നു. രണ്ട്, അത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ മുസ്ലിമായ ആളുകളെയും കൂടെ വെച്ചിട്ട് ഒരു തരം പുതിയ കച്ചവടം നടത്താം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ചില മഠങ്ങളിലൊക്കെ ഉണ്ട് ഖുർആൻ ഓതാനും കൂടി ഒരാളെടുത്ത് പോയാൽ അയാൾ പറയും നിങ്ങളൊരു മമ്പറത്ത് പോയി നോക്കിയെന്ന് പറയും, അല്ലെങ്കിൽ പറയും അല്ലെങ്കിൽ നിങ്ങൾ ഒരു യാസീൻ ഓതിക്കോളൂ എന്ന് പറയും. അതോടുകൂടെ ഈ ആളെ പറ്റി, ഈ ജ്യോത്സ്യനെ കുറിച്ച് നാം മനസ്സിലാക്കുക, ഇയാൾ നമ്മളെ ഖുർആൻ ഓതാനല്ലേ പറഞ്ഞത്. ഇങ്ങനെ തട്ടിപ്പിന് വിധേയമാകുക ഈ സമൂഹം, വിഡ്ഢികളായ സമൂഹം. വളരെ ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണിത്. പർദ്ദയിട്ട മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള പൂജാരിമാർക്ക് കള്ളുകൊണ്ടുപോയി കൊടുക്കുന്ന എത്രയോ സംഭവങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തിന്മയുടെ ഭാഗമാണ്. രണ്ടു തരം നാശങ്ങൾ ഈ വിഷയത്തിലുണ്ടായി. ഒന്ന്, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം സമൂഹത്തിന് നൽകുന്ന കാര്യത്തിൽ എന്നെപ്പോലെയുള്ള പണ്ഡിത സമൂഹം ശ്രദ്ധിക്കാതെ പോയോ എന്നിവിടെ ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. അവിടെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായിരിക്കണം. അപ്പോൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന് ഖാലിസായ ഇബാദത്തെടുക്കുമെന്ന് ബോധ്യമില്ലാത്ത ആളടുത്തേക്ക് പോകരുത്. രണ്ട്, അയ്യക്കൂന മുൽതസിമ ത്വാഅത്തി, ആരാധനകളിൽ വളരെ കാണിഷ്യമുള്ള ആളുകളായിരിക്കണം. ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പ എന്നാ പറയാ അല്ലേ, അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ. നിങ്ങൾ മന്ത്രിയെ ഇരുത്തിയിട്ട് ഞാൻ അടിക്കണം എന്ന് പറയാല്ല കേട്ടോ, നിയമം ഞാൻ കയ്യിലെടുക്കല്ല. പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും. എന്താ ഈ കാണിക്കുന്ന തമ്മാടിത്തരം? ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ, ഏത് ഔലിയാണത്? എന്റെ ഔലിയപ്പാപ്പയാണത്. ഇങ്ങനെയായ എന്താ അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു. അപ്പൊ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞങ്ങൾ എടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ ദർശനുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്ത നിസ്കരിക്കൂല, ശരീഅത്തില്ലാത്തവരെ സ്വീകരിക്കുന്നത് എങ്ങനെ? നിസ്കരിക്കാത്ത ആൾക്കാർക്ക് സമുദായം വഴിപ്പെട്ടു പോവുക. ഇത് വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാത്തവൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും പൈശാചികമായിരിക്കും. അതിന്റെ കൂട്ട് പിന്നെ പിശാചിൻ്റെതായിരിക്കും. രോഗം ഒരുപക്ഷെ മാറാം. രോഗം ആരുടേതാ മാറാത്തത്? പല ആളുകളിൽ മാറുമല്ലോ, പല വഴിയിലും രോഗം മാറാം. ഞാനത് ഈ ഇത്ര പബ്ലിക്കായ സദസ്സായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. രോഗം സിഹ്ർ കൊണ്ട് മാറാമല്ലോ, ജ്യോത്സ്യപ്പണി കൊണ്ട് മാറാമല്ലോ. അള്ളാഹു നമ്മെ അനുവദിച്ചിട്ടില്ലല്ലോ.
അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. മറ്റൊരു കാര്യം, ബഹുമാനപ്പെട്ട നമ്മുടെ ശറഅ് നമ്മെ പഠിപ്പിച്ചത് അയ്യകൂന മുജ്തനിബൻ ലിൽ മുഹറമാതി, ഹറാമിൽ നിന്ന്, ശരിക്കും മനസ്സിലാവണില്ലേ, അവസാനിപ്പിക്കാം. ഹറാമിൽ, ഈ ചികിത്സാരി ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന ആളായിരിക്കേണ്ടതാണ്. ചില പെണ്ണുങ്ങൾക്ക്, ചില ചികിത്സാരികൾക്ക് ഒരു സ്വഭാവമുണ്ട്. വാതിലണ്ടടക്കുക, എന്നിട്ട് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഒരു പെണ്ണിനെ അങ്ങോട്ട് കയറ്റുക, എന്നിട്ട് ഈ പെണ്ണിന് ഇരുന്നിട്ട് ഊതി കൊടുക്കല്ലേ, ഇല്ലേ ഇല്ലേ, ഊത്ത് നല്ല കാര്യ, ദീനുള്ള ശറഅുള്ളതാ, ഇല്ലേ ഇല്ലേ, എങ്ങനെയല്ലേ? ഇതൊക്കെ വളരെ ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം. എന്ത് കറാമത്താണിത്, എന്ത് അടിസ്ഥാനാണിത്? പെണ്ണിനെ കൊണ്ട് ഒരാൾ ഒറ്റക്ക് റൂമിലിരിക്കെ, ഇതെന്ത് ദീനാ മനുഷ്യന്മാര്, ഇതേത് ചികിത്സയാ മനുഷ്യന്മാര്? എന്ത് അടിസ്ഥാനമായി പറയുന്നതിനൊക്കെ ഉള്ളത്? ഊതല്ലേ മിണ്ടണ്ട. അവസാനം പണ്ഡിതന്മാരായ എന്നെ പോലത്തെ ആളുകൾ വിചാരിക്കുക ഇത് ഊതാണല്ലോ, നമ്മൾ മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ എന്താവും ഈ അവസ്ഥ? അപ്പൊ ചുരുക്കത്തിൽ ഇത് തിന്മയാണ്. ശക്തമായ എന്നാൽ അടിസ്ഥാനപരമായ അള്ളാന്റെ ഖുർആൻ കൊണ്ട് ഊതുന്നതിനുള്ള മഹത്വം സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ അനവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് സത്യാണ്, യാഥാർത്ഥ്യ. പക്ഷേ അതിന് സ്ഥാപനവൽക്കരിക്കുന്ന ഒരു തിന്മയായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹറാബ് ചെയ്യുന്ന ഒരുത്തനും ഒരു ചികിത്സാരിയല്ല, അവൻ ഔലിയ പാപ്പയല്ല, അവൻ കള്ളനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അവൻ കള്ളനാണ്. പെണ്ണിനെയും കൊണ്ട് ഒരാൾ റൂമിൽ കയറി ഊതിയാൽ എന്താ പിന്നെ നടക്കുക? ഞാനവിടെ വിശദീകരിച്ച് പറയുന്നില്ല. ഒരാണ് ഒരു പെണ്ണും ഒരു റൂമിൽ ഒറ്റക്ക് ഒരുമിച്ച് ഊട്ടിയാൽ സാലിസുഹുമ ശൈത്താൻ, മൂന്നാമത്തെ ആൾ പിശാചാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിയമം ഔലിയാക്കും ഖോജക്കും ഷെയ്ഖിനും തങ്ങൾക്കും മൂല്യർക്കും ഒക്കെ ബാധകമാണ്. ഇത് ആരും വലിയ ഷെയ്ഖ് മുഹമ്മദ് നബിയാണ്, പിന്നെ വേറെ ഷെയ്ഖ് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുക. ഈ പരിശുദ്ധമായ ദീനിലെ രണ്ട് പ്രവണതകൾ അബദ്ധമാണ്. ഒരു ഭാഗം ആളുകൾ ഉൽപ്പതിഷ്ണുക്കളാണെന്ന പേരിൽ അടിസ്ഥാനപരമായ സത്യങ്ങളെ മറച്ചു പിടിക്കുന്നു. അതില്ല, ഇതില്ല, ദീനില്ല, ഖുർആന് മഹത്വമില്ല, അതിന്റെ ഈ ചിന്താമണ്ഡലത്തിനപ്പുറം അതിന്റെ കെലിമാത്തുകൾക്ക് ചികിത്സാപരമായ സൗകര്യങ്ങളൊന്നും നേട്ടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അടിസ്ഥാനപരമായ സത്യത്തെ നിഷേധിക്കുന്ന ഒരു സമൂഹമാകട്ടെ കടുത്ത അന്ധവിശ്വാസികൾ, അവർ പൂർണ്ണമായി ശിർക്കിന് വഴിപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗം. രണ്ടിന്റെയും ഇടയിൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. പ്രസവത്തിലുണ്ടായ രോഗങ്ങൾ വരെ മാറ്റി എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ആരുടേതാ മാറ്റിയത്? അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ്. ഞാൻ പറയും, കോഴിക്കോട്ടേര് പറയും, നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ മാറ്റിയിട്ടുണ്ട്. നിലമ്പൂർക്കാർ പറയും ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ശബക്കത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആനമയിൽ ഒട്ടകം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമ്പോ ഞാൻ ഇത് കാണാറുണ്ടായിരുന്നു. ഈ ആനമയിൽ ഒട്ടകത്തിന്റെ ആളുകൾ സത്യത്തിൽ ആരാ? അതിന്റെ ആളുകൾ തന്നെയാ. നിങ്ങൾക്ക് അതും അറിയില്ല മനുഷ്യന്മാരെ. ഈ ആനമയിൽ ഒട്ടകം എന്ന പരിപാടി ഉണ്ട്. എന്താ, ഒരാൾ ഇങ്ങനെ തിരിക്കുക, അങ്ങനല്ലേ, ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് വെക്കുക, എന്നിട്ട് അതിന് പൈസ വെച്ചാൽ കമ്പനിക്ക്, കാലി അടിച്ചാൽ കമ്പനിക്ക്, അങ്ങനെയൊക്കെ പറയൂലേ. ഒന്ന് പറഞ്ഞു തരും മനുഷ്യന്മാരെ. ഇത് എന്താണ്? നമ്മളൊരാളങ്ങനെ നോക്കി നിൽക്കും. ഒരാളങ്ങനെ നോക്കിക്കുമ്പോ നമ്മൾ ഈ ആനമയിലൊട്ടകത്തിന് അടുത്തേക്ക് ഇങ്ങനെ ചെന്നാല് ഒരാളിങ്ങനെ 10 നോട്ട്, 100 നോട്ട്, 50 നോട്ട് ഇങ്ങനെ വാരിക്കൊണ്ട് പോകുന്നുണ്ടാവും. വെക്കുന്ന അടിക്കുന്ന ഇതിന് ഇയാൾ പോക്കറ്റിൽ ഇടുന്നു. വെക്കുന്ന 10 വെച്ചാൽ 100 കിട്ടുന്നത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുതലാളിയാകാൻ ഇതന്നെയാണ് ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഉടനെ നമ്മൾ വെക്കും. നമുക്ക് ജീവിതത്തിൽ പോക്കറ്റ് കീറിയെന്നല്ലാതെ എന്തേ അങ്ങനെയായത്? ആനമയിലിന് ഒട്ടകത്തിന് വെച്ച ആള് ഒന്നിരിക്കാൻ അതിന്റെ ഓണറോ അല്ലെങ്കിൽ കൂടെയുള്ള ഹെൽപ്പറോ ഇതന്നെ. അപ്പൊ ഇത്തരം ഈ ശബക്കത്തിൽ ഇത് വലിയ സംഗതിയാ. ഈ ശബക്കത്ത് ഇവിടെ സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ പ്രദേശത്തും ആ നെറ്റ്വർക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു പ്രത്യേക സമൂഹം ഇതിന്റെ പിന്നിലുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട്, ഇപ്പോഴുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല. അതിന് വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി വെള്ളം ഊതിക്കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, വൈലത്തൂര്, കോട്ടക്കല്, അടുക്കുള്ള ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും
ഒക്കത്ത് വെള്ളം കിട്ടല് ഊതി കൊടുക്കാൻ നേരം കിട്ടാഞ്ഞിട്ട് കിണറ്റിൽ ഊതി മുക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാണ്. മനസ്സിലായില്ല? അത് അറിഞ്ഞിട്ടില്ല നിങ്ങള്? അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നാ. തിരിഞ്ഞില്ല. ഷെയ്ഖുനാന്റത് മുറിച്ചിട്ടില്ലായിരുന്നു. തിരിഞ്ഞില്ല. ഞാൻ ഇനി വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ പ്രശ്നം. ഇനി എന്താ ബാവ അതിനേക്കാളൊരു പച്ച പറയല്? ഈ ഷെയ്ഖുനാന്റത് മുറിച്ചിട്ടില്ല, മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നെ കാര്യം ഈ ജാതി കുറെ പുതിയ ഔലിയാക്കന്മാർ, ഔലിയാപ്പാപ്പാന്റെ കറാമത്ത് കോഴിക്കോട്ട് നിലമ്പൂര് കേൾക്കും, നിലമ്പൂര് കോഴിക്കോട്ട് കേൾക്കും. അങ്ങനെ ആ കറാമത്ത് ഈ കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔലിയാപ്പാപ്പമാരെ തന്നെ കാക്കണം.